ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ദേവി മഹാത്മ്യത്തിലെ 2ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇന്നലെ നമ്മൾ ആമുഖമാണ് പറഞ്ഞത്. അതായത് സുരഥൻ എന്ന രാജാവിനും സമാധി എന്ന വൈശ്യനും അവർക്ക് 2 പേർക്കും കൂടി മഹർഷിയായ സുമേധസ് മഹാദേവിയുടെ കഥ പറഞ്ഞു കൊടുക്കാം എന്ന് പറയുന്ന ആ ഭാഗം, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇന്ന് ആ മഹർഷീശ്വരൻ രാജാവിനും വൈശ്യനും കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ്. നമുക്കെല്ലാവർക്കും ആ കഥ കേൾക്കാം. ഹരേ കൃഷ്ണ. മധു കൈഡഭ വധം, അതാണ് ഇന്നത്തെ അധ്യായത്തിൻ്റെ പേര്. കൽപ്പാന്തകാലത്ത് ഈ ജഗത്തു മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. എവിടെ നോക്കിയാലും വെള്ളം മാത്രം, പ്രളയമാണ്. ആ പ്രളയജലത്തിൽ സർവേശ്വരനായ ഭഗവാൻ ശ്രീഹരി യോഗനിദ്രയിൽ ലയിച്ച് ആദിശേഷനിൽ പള്ളി കൊള്ളുകയായിരുന്നു. അപ്പോൾ ഭഗവാന്റെ ശ്രീഹരിയുടെ കർണമലത്തിൽ നിന്നും 2 അസുരന്മാർ രൂപം കൊണ്ടു. അവരുടെ പേരാണ് മധു എന്നും കൈഡഭൻ എന്നും. അവരാണ് മധു കൈഡഭന്മാർ. വലിയ വീരപരാക്രമികളായ അവർ വെള്ളത്തിൽ നീന്തി തുടിച്ച് തങ്ങൾക്ക് എതിരിടുവാൻ പറ്റിയ ഒരു എതിരാളിയെ കാണാതെ വിഷമിക്കുകയാണ്. ആരോടാണ് തങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുക? ഇവിടെ എല്ലാം പ്രളയജലമാണല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആ അസുരന്മാർ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഒരു കാഴ്ച കാണുന്നത്. എന്താണ്? മഹാവിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനെ. അങ്ങനെ ആ ബ്രഹ്മാവിനെ അവർ കാണുന്നു. ബ്രഹ്മാവ് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്, കണ്ണടച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങളെ കണ്ടു പേടിച്ച് കണ്ണടച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ആള് എന്ന് വിചാരിക്കുകയാണ്. ആര്? ഈ മധുവും കൈഡഭനും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ ദുഷ്ടന്മാർ ഉടനെ അടുത്തു ചെന്ന് ബ്രഹ്മാവിനെ യുദ്ധത്തിന് വിളിച്ചു. അപ്രതീക്ഷിതമായ ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കി അദ്ദേഹം കണ്ടത് ഭയങ്കരന്മാരായ 2 അസുരന്മാരെയാണ്. പേടിച്ചു പോയി ബ്രഹ്മാവ്. സഹായത്തിനായി നേരെ ശ്രീഹരിയുടെ അടുത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം കണ്ടത് ശ്രീഹരി യോഗനിദ്രയിൽ ലയിച്ചു കിടക്കുന്നതാണ്. ഇനി എന്തു ചെയ്യും? ബ്രഹ്മാവാകെ വിഷമിച്ചു. എങ്ങനെയെങ്കിലും മഹാവിഷ്ണുവിനെ ഉണർത്തണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഏകാഗ്ര ഹൃദയത്തോടു കൂടി ഭഗവാന്റെ നയനാരവിന്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ജഗദംബയും വിശ്വേശ്വരിയുമായ യോഗനിദ്രാ ഭഗവതിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ബ്രഹ്മദേവൻ സ്തുതിക്കുവാൻ തുടങ്ങി യോഗനിദ്രയെ. എങ്ങനെയാണ് ബ്രഹ്മദേവൻ യോഗനിദ്രയെ സ്തുതിച്ചത് എന്ന് നമുക്കിനി നോക്കാം. ബ്രഹ്മദേവൻ സ്തുതിക്കുവാൻ തുടങ്ങി. അല്ലയോ യോഗമായേ, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദേവി, അവിടുത്തെ മഹാത്മ്യം ആർക്കാണ് അറിയുവാൻ കഴിയുക? പ്രണവാത്മികയായ ദേവി തന്നെയാണ് സ്വാഹയായും സ്വധയായും സുധയായും സന്ധ്യയായും സാവിത്രിയായും വിളങ്ങുന്നത്. പരബ്രഹ്മസ്വരൂപിണിയായ അവിടുന്ന് തന്നെ ഓംകാരത്തിൻ്റെ 3 മാത്രകളിൽ പ്രത്യേകമായും ആ എന്ന മാത്രയിൽ നിർവിശേഷയായും നിലകൊള്ളുന്നു. ഇങ്ങനെ പറഞ്ഞ് ബ്രഹ്മദേവൻ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ഭവതി തന്നെയാണ് മഹാവിദ്യ, മഹാമായ,
മഹാമേധ, മഹേശ്വരി എല്ലാം അവിടുന്ന് തന്നെ. വിവിധ രൂപങ്ങളിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മഹാമായയെ സ്തുതിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മദേവൻ്റെ ഇത്തരത്തിലുള്ള സ്തുതി കേട്ട് അംബിക വളരെയധികം പ്രസാദിച്ചു. ആശ്രിത വത്സലയും കരുണാവാരിധിയുമായ മഹാദേവി മധു കൈടഭന്മാരെ വധിക്കുന്നതിനായി മഹാവിഷ്ണുവിനെ ഉണർത്തുന്നതിനു വേണ്ടി ശ്രീഹരിയുടെ നയനം, മുഖം, നാസിക, ബാഹു, ഹൃദയം, മാറിടം എന്നീ അവയവങ്ങളിൽ നിന്നും നിർഗമിച്ച് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് വളരെയധികം സന്തോഷിച്ചു, മഹാദേവിയെ നമസ്കരിച്ചു. മഹാവിഷ്ണു ആ സമയം യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു. അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ പേടിച്ചു നിൽക്കുന്ന ബ്രഹ്മാവിനെയാണ് കണ്ടത്. അടുത്തുതന്നെ ക്രോധത്തോടുകൂടി ബ്രഹ്മാവിനെ വധിക്കുവാൻ ഓടി അടുക്കുന്ന അതിപരാക്രമശാലികളും ദുരാത്മാക്കളുമായ അസുരന്മാരെയും കാണുന്നു. ശ്രീഹരി മധു കൈടഭന്മാരെ തടഞ്ഞു. അവരാകട്ടെ ബ്രഹ്മാവിനെ വിട്ടിട്ട് സർവേശ്വരനായ മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്യുവാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെ ശ്രീഹരിയും മധു കൈടഭന്മാരും തമ്മിൽ ഭയങ്കരമായ യുദ്ധമാണ് പിന്നീട് നടന്നത്. രണ്ടു കൂട്ടർക്കും യാതൊരു തളർച്ചയും ഉണ്ടായില്ല. അങ്ങനെ അവർ 5000 വർഷം യുദ്ധം ചെയ്തു. ആരും തളർന്നില്ല. അവസാനം സർവേശ്വരനായ ശ്രീഹരി അവരോട് ഇങ്ങനെ പറയുകയാണ്: വീരന്മാരായ അസുരന്മാരെ, നിങ്ങളുടെ പരാക്രമം അത് എന്നിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നു. ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചു കൊള്ളുക. അത് സാധിച്ചു തരാൻ ഞാൻ സന്നദ്ധനാണ്. ഇങ്ങനെ ശ്രീഹരി അരുളി ചെയ്തപ്പോൾ മായാ വ്യാമോഹിതരായി തീർന്ന ആ അസുരന്മാർ മറുപടി പറഞ്ഞത് എന്താണ്? ദുർബലന്മാരായ ശത്രുക്കളിൽ നിന്ന് ആരാണ് വരം വാങ്ങുക? നിനക്കെന്തെങ്കിലും വരം വേണോ? അത് ഞങ്ങൾ തരാൻ തയ്യാറാണ്. ഞങ്ങളിൽ നിന്ന് നിനക്കാവശ്യമുള്ള വരം വാങ്ങിയിട്ട് പരാജയവും സമ്മതിച്ച് സുഖമായി മടങ്ങി പൊയ്ക്കൊള്ളുക. ഇങ്ങനെ ഈ അസുരന്മാർ സർവേശ്വരനോട് പറഞ്ഞപ്പോൾ ഇതു തന്നെ അവസരം എന്ന് തീർച്ചപ്പെടുത്തി മഹാവിഷ്ണു മന്ദഹാസപൂർവം ഇങ്ങനെ അരുളി ചെയ്തു: ശരി, എന്നാൽ എനിക്ക് ഒരു വരം ആവശ്യമുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് വധിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ വാക്കു പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ വരം എനിക്ക് നൽകണം. നിങ്ങളുടെ വാക്ക് സത്യമാക്കുക എന്ന് ശ്രീഹരി പറഞ്ഞപ്പോഴാണ് തങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് അവർക്ക് മനസ്സിലായത്. ഇനി എന്തു ചെയ്യും? അവർ ചുറ്റും നോക്കി, ധൈര്യം പൂണ്ടു. എന്നിട്ടവർ ഇങ്ങനെ പറഞ്ഞു: അങ്ങനെ തന്നെ, മരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ല. എന്നാൽ ജലം ഒട്ടുമില്ലാത്ത സ്ഥലത്തു വെച്ചു വേണം ഞങ്ങളെ കൊല്ലുവാൻ. ഇങ്ങനെ ഈ അസുരന്മാർ പറയുകയാണ്. അതിന് കാരണം എന്താണ്? അവർ ചുറ്റും നോക്കിയപ്പോൾ സകല സ്ഥലത്തും ജലം മാത്രമേ ഉള്ളൂ. എങ്ങും പ്രളയം. ജലമില്ലാത്ത ഒരു സ്ഥലം പോലും എങ്ങും അവശേഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ അവർ പറഞ്ഞത്. സർവത്ര ജലമായിരുന്നതുകൊണ്ട് തങ്ങളെ കൊല്ലുവാൻ സാധിക്കുകയില്ല എന്നാണ് ആ മന്ദബുദ്ധികൾ വിചാരിച്ചത്.
എന്നാൽ അതു കേട്ട ഉടൻ തന്നെ ഭഗവാൻ വിശ്വരൂപം ധരിച്ച് രണ്ടുപേരെയും എടുത്ത് തൻ്റെ തുടയിൽ കിടത്തി അനായാസേന തൻ്റെ സുദർശന ചക്രം കൊണ്ട് അവരെ വധിച്ചു. ഹരേ കൃഷ്ണ. അങ്ങനെ ശ്രീഹരി മധു കൈഡഭന്മാരെ വധിച്ചു. ആ അസുരന്മാരുടെ മേധസ്, അതായത് ശരീരത്തിലെ കൊഴുപ്പ്, ആ കൊഴുപ്പ് കൊണ്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഭൂമിക്ക് മേധിനി എന്ന നാമം ഉണ്ടായി. ഇവിടെ ബ്രഹ്മദേവൻ മഹാദേവിയെ സ്തുതിച്ച കാര്യം നമ്മൾ പറഞ്ഞു. ആ സമയത്ത് മഹാദേവി മഹാമായാരൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ആദ്യമായി ഭഗവതി പ്രത്യക്ഷപ്പെടുന്നത് മഹാമായയുടെ രൂപത്തിലാണ്. ദേവിയുടെ ഇത്തരത്തിലുള്ള പ്രഭാവങ്ങൾ ധാരാളമായി ഇനിയും അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ മഹാദേവിയുടെ ആദ്യത്തെ അവതാരം മഹാമായയുടെ രൂപത്തിലായിരുന്നു എന്നും അത് ഏത് സാഹചര്യത്തിലാണ് അവതരിച്ചത്, മഹാമായ അങ്ങനെ ഒരു രൂപത്തിൽ, മഹാദേവി മഹാമായയുടെ രൂപത്തിൽ എന്തിന് അവതരിച്ചു എന്നും ആ മഹർഷി രാജാവിനും വൈശ്യനും പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ മധുകൈഡഭന്മാരെ വധിക്കുന്നതിന് വേണ്ടി യോഗനിദ്രയിലായിരുന്ന ശ്രീഹരിയെ ഉണർത്തുന്നതിന് വേണ്ടി ശ്രീഹരിയുടെ കണ്ണിൽ വസിച്ചിരുന്ന ആ ദേവി മഹാമായയുടെ രൂപത്തിൽ അവതരിക്കുകയും ശ്രീഹരിയെ ഉണർത്തുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ആ മഹർഷി വീണ്ടും പറയുകയാണ്, ഇനിയും ധാരാളം അവസരങ്ങളിൽ ദേവി അവതരിച്ചിട്ടുണ്ട്. ആ കഥകളൊക്കെ കേൾക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ രാജാവും വൈശ്യനും വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് കേൾക്കണം, ഞങ്ങളുടെ അജ്ഞാനം അകറ്റണം, അങ്ങ് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ആ മഹർഷി ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അടുത്ത അധ്യായത്തിൽ മഹിഷാസുര വധമാണ് പറയുന്നത്. മഹിഷാസുരൻ എന്ന ആ അസുരനെ വധിക്കുന്നതിനായി മഹാദേവി അവതരിച്ച ആ കഥ നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. നിങ്ങൾക്കും ആ കഥ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇന്നത്തെ ഈ അധ്യായം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കാരണം അതൊരു സൽക്കർമ്മമാണ്. കാരണം എല്ലാവരും ഈശ്വരൻ്റെ ചിന്തയിലേക്ക്, മഹാമായയുടെ ആ സ്നേഹത്തിൻ്റെ തണലിലേക്ക് എല്ലാവരും എത്തട്ടെ. അതൊരു നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. മാധവത്തിൻ്റെ കൂടെ എന്നും ഉണ്ടാകണം. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.